നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്ന വെനിസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക എന്താണോ ചെയ്തത് അതേ ഗതി തന്നെയായിരിക്കും വെനിസ്വേലയിലും അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് US സൈന്യം വെനിസ്വേലയിൽ ഒരു പ്രധാന നടപടി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ജനുവരി 3 വെനിസ്വേലയിൽ നടന്ന ഒരു പ്രധാന സൈനിക നടപടിയിൽ സൈന്യം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാദം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ ഒരു ഭീകരാക്രമണം നടന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ അതിന്റെ നേതാവ് ഒസാമ ബിൻ ലാദനുമാണ്. ആ സമയത്ത് ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അമേരിക്ക താലിബാനിൽ നിന്ന് ലാദനെ ആവശ്യപ്പെട്ടു, പക്ഷേ താലിബാൻ വിസമ്മതിച്ചു. തൽഫലമായി അമേരിക്ക താലിബാനിൽ തീമഴ പെയ്യിക്കുകയായിരുന്നു. അതിനുശേഷം അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചത് അമേരിക്കയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കാൻ കയറിയ ആ സമയത്ത് അമേരിക്കയ്ക്ക് ഒരുപാട് സൈനികരെ കൊണ്ട് അവിടെ ഇറക്കേണ്ടി വന്നു. എന്നാൽ അഫ്ഗാന് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ശക്തമായ രീതിയിൽ താലിബാൻ ഭരണം വീണ്ടും തിരിച്ചു വന്നു. അമേരിക്കയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അമേരിക്ക അവിടെ ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കി ആ സർക്കാരിനെ കൊണ്ട് പാവക്കൂത്ത് കളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്ക അവിടെയുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലും അമേരിക്ക ഇതുപോലെ കയറിയിട്ടുണ്ട്. ഇറാഖിൽ അമേരിക്ക അങ്ങനെ കയറിയിട്ടുണ്ട്. ഇറാഖിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അവസാനം അമേരിക്കയ്ക്ക് അവിടെ നിന്നും നാണം കെട്ട് പിന്മാറേണ്ട ഒരു സ്ഥിതിയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും. എന്തായാലും ഭരണമാറ്റം എന്ന പേരിൽ ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അമേരിക്ക സൈന്യത്തെ അയച്ചു. 20 വർഷത്തോളം അവർ അഫ്ഗാനിസ്ഥാനിൽ സൈന്യത്തെ നിലനിർത്തി. ഇറാഖുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതിൽ അമേരിക്കയ്ക്ക് ട്രില്യൺ കണക്കിന് ഡോളറാണ് നഷ്ടമായത്. ഇറാഖിനെ കുറിച്ചുള്ള അമേരിക്കയുടെ സംശയങ്ങൾ തന്നെ തെറ്റാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യവും പിൽക്കാലത്ത് ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളം.